നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാലഞ്ച് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചാലഞ്ചിന്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പൊ ഇന്നലെ രാവിലെ നമ്മൾ CTM ചെയ്തു, രാത്രി ചെയ്തു, പിന്നെ ഒരു ബ്രൈറ്റനിങ് ഫേസ് പാക്കും നമ്മുടെ മുഖത്തിട്ടു. അപ്പൊ ഇന്ന് രണ്ടാമത്തെ ദിവസം രാവിലെ നിങ്ങൾ എന്തായാലും CTM ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിനു മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കമന്റ്സിൽ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ചാലഞ്ചിനെ പറ്റിയിട്ട്. ഈ ചാലഞ്ച് മെയിൻ ആയിട്ട് നമ്മുടെ സ്കിന്നിന്റെ തിളക്കം കൂട്ടാനുള്ളതാണ്, നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള ഒരു ചാലഞ്ചാണ്. എപ്പോഴും ഒരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചാലഞ്ചാണ്. അപ്പൊ നിങ്ങൾക്ക് ഡൾനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും, കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഒരു ഹെൽത്തി ഗ്ലോയിങ് സ്കിൻ ആയിരിക്കും ഈ ചാലഞ്ചിനൊരു റിസൾട്ട്. അപ്പൊ ഈ ചാലഞ്ചിന് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ രണ്ടാം ദിവസം മുതൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. മറ്റൊന്നല്ല, നമ്മുടെ ഡയറ്റ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം. ഈ ചാലഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഓയിലി ഫുഡ് ഒഴിവാക്കുക, ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒഴിവാക്കുക, ജങ്ക് ഫുഡ്സും ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഷുഗർ ഒഴിവാക്കാൻ പറ്റുന്നെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. പിന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ വാം വാട്ടർ കുടിക്കുക. ഇനി നിങ്ങൾ എന്തെങ്കിലും വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, അതൊരിക്കലും വിട്ടുപോകാൻ പാടില്ല. പിന്നെ കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. നിങ്ങൾ ക്യാരറ്റും കുക്കുംബറും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് ഓറഞ്ച് കിട്ടുവാണെങ്കിൽ ക്യാരറ്റും ഓറഞ്ചും കൂടെ ജ്യൂസ് ആക്കിയിട്ട് കുടിക്കാം. ഡെയിലി കുടിക്കാൻ മടിയുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ ക്യാരറ്റ് വെറുതെ തിന്നാം. ക്യാരറ്റും കുക്കുംബറും കൂടെ സാലഡ് പോലെ ആക്കിയിട്ട് കഴിക്കാം. കുക്കുംബർ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്യാരറ്റും സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നല്ലത് ബദാമും വാൾനട്ടും ആണ് സ്കിൻ ഗ്ലോയിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ഡെയിലി ഒരു 4 വെച്ചിട്ട് ഏതെങ്കിലും ബദാമോ വാൾനട്ടോ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എടുക്കുക. പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് കിട്ടുകയാണെങ്കിൽ അതും കഴിക്കുക. പിന്നെ ഇലക്കറികളും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇത് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു സ്കിൻ കെയർ ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ മറക്കണ്ട. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹൈഡ്രേറ്റിംഗ് ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണ്, അതും പഴം ഉപയോഗിച്ചിട്ട്. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ സ്കിന്നിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് വീഡിയോയിൽ പറയാം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വേഗം വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഇതുപോലൊരു പഴമാണ് വേണ്ടത്. ഇത് റോബസ്റ്റ് പഴമാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന റോബസ്റ്റ് ആണിത്. നാട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നറിയില്ല. അപ്പം ഞാനിത് മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും, മിക്സിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പം നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും മാത്രമേ നമ്മൾ ഇന്നത്തെ ഫേസ് പാക്കിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നിങ്ങളുടെ സ്കിന്ന് നല്ല ഓയിലി ആണെങ്കിൽ ഓട്സും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ. ഇനി നല്ല ഡ്രൈ സ്കിന്നാണെങ്കിൽ തിളപ്പിക്കാത്ത പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക്. ഈ പാക്ക് ഞാനിപ്പോൾ മുഖത്തും അതുപോലെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പഴത്തിൽ ധാരാളം പൊട്ടാഷ്യം, അതുപോലെ വൈറ്റമിൻ കെ, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഇ ഒക്കെ ഉണ്ട്. ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും. ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ സഹായിക്കുന്നതാണ്. നല്ലൊരു ബ്രൈറ്റ്നെസ് തരും. അതുപോലെ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാൻ സഹായിക്കും. നല്ലൊരു പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ 15 മിനിറ്റായി. മുഖം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് സ്കിന്ന്. അപ്പം ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം. ഞാനിപ്പോൾ മുഖം കഴുകി വന്നു. നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടുണ്ട്, ഒരു ഡ്രൈനെസ്സും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബനാന പാക്കിൻ്റെ റിസൾട്ട്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവും, അതുപോലെ നന്നായിട്ട് ബ്രൈറ്റൻ ആവുകയും ചെയ്യും, പിന്നെ സോഫ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ എഗെയിൻ രാത്രി ചെയ്യേണ്ട CTM ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് അത് മറന്നു പോകാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന റെമഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ ചുണ്ടുകൾക്ക് തിളക്കം നൽകാൻ വേണ്ടിയിട്ട്, കളർ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പാക്കുകൾ ഡെയിലി ഉപയോഗിക്കുന്നുവെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ട്രൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ പാക്കുകൾ, ഫേസിൽ വേറെ പാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരു 7 ഡേയ്സിൽ നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോവേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യുക. എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കായിട്ട് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നമുക്ക് കാണാം 3rd ഡേ ചാലഞ്ചുമായിട്ട്.